ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ്, നാട്ടിക മുസ്ലിം, അദ്ദേഹം ഒരു അറബിക്ക് മുൻഷി ആവേണ്ടതായിരുന്നു. അദ്ദേഹം അഫ്ലുൽമൊക്കെ പാസ്സായി ഒരു അറബിക്ക് മുൻഷി ആവേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉസ്താദുമാരെ തടഞ്ഞു. ആ ഉസ്താദുമാരുടെയൊക്കെ ദീർഘദൃഷ്ടിയാണല്ലേ. അത് കാരണം അദ്ദേഹം കേരളക്കരയിൽ മുഴുവൻ നിറഞ്ഞു നിന്നു. അതേസമയത്ത് ഒരു അറബിക്ക് മുൻഷിയാണെങ്കിലോ, ഒരു സ്കൂൾ നേരമെടുത്ത സ്കൂൾക്ക് പോവുക, വൈകുന്നേരം സ്കൂൾക്ക് വീട്ടിലേക്ക് വരിക, അസറിന്റെ ശേഷം സ്കൂൾ വന്ന് അങ്ങാടി പോയി സാധനം വാങ്ങി കൊണ്ടുവരിക, പിന്നെ അങ്ങനെ ജീവിക്കുന്ന ഒരാളായി മാറിയിരുന്നു. പക്ഷെ അതേസമയത്ത് അതില്ലാതെ അദ്ദേഹം അതൊക്കെ ഉപേക്ഷിച്ചതിന്റെ പേരിൽ കേരളക്കരയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി ബഹുമാനപ്പെട്ട നാട്ടിക മുസ്ലിം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പ്രവർത്തകനായി അദ്ദേഹം അങ്ങോട്ട് നിന്നപ്പോൾ അത് മുസ്ലിം ഉമ്മത്തിന് മുഴുവൻ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് വലിയ നേട്ടം ഉണ്ടാവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഈ ബഹുമാനപ്പെട്ട വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഉമർ ഫൈസിയൊക്കെ ഈ 989 കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ശരീഅത്ത് പ്രശ്നമുണ്ടായ ആ സമയത്തൊക്കെ മുതലക്കുളം മൈതാനിയിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ യോഗം ഉണ്ടായപ്പോൾ, അതായത് അബുൽ ഹസൻ നദി, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് പോലെയുള്ള ഇന്ത്യ രാജ്യത്തെ ഉന്നതരായ മുസ്ലിം വ്യക്തിത്വങ്ങൾ അണിനിരന്ന ആ സമ്മേളനം, അതിന്റെയൊക്കെ ദൃക്സാക്ഷിയാണ് ബഹുമാനപ്പെട്ട ഉമർ ഫൈസൊക്കെ. എനിക്ക് തോന്നുന്നു അതിന്റെ വെറും ദൃക്സാക്ഷി മാത്രമല്ല, അതൊക്കെ സംഘടിപ്പിക്കുന്ന വിഷയത്തിലും ചെറുതല്ലാത്ത പങ്ക് വഹിച്ച വ്യക്തിയായിരിക്കണം ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയൊക്കെ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ സമ്മേളനത്തിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരു ശ്രോതാവായിക്കൊണ്ട് മുതലക്കുളം മൈതാനിയിൽ. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ആ 3 തലാഖ് ചെല്ലുന്ന വിഷയങ്ങളൊക്കെ പറയുമ്പോ, അപ്പൊ ബഹുമാനപ്പെട്ട ശംസുലുമ ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. ശംസുലുമന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ആണ് ആ പ്രസംഗം ഒക്കെ നടന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ, ഇത്ര ധൈര്യത്തോടു കൂടി പറയാൻ സാധിക്കുന്ന അതുകൊണ്ടാണ്. നമ്മളൊക്കെ ആ സമയത്ത് ആ മുതലക്കുളം മൈതാനിയിൽ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ മുതലക്കുളം മൈതാനിയിൽ നടന്ന ശരീഅത്ത് സമ്മേളനം, ആ സമ്മേളനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അതിന്റെ ആദ്യം മുതൽ അതിന്റെ സ്വാഗതം പറച്ചിലുണ്ടല്ലോ, അത് മുതൽ അവസാനം നന്ദി പറയുന്നത് വരേക്കും അതിന്റെ ഫുൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അതുകൊണ്ട് എനിക്ക് അന്നത്തെ പ്രാസീനന്മാരിൽ ബഹുഭൂരിഭാഗം ആളുകളുടെ പ്രസംഗവും തന്നെ ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഏതായാലും ശരി, മുതലക്കുളം മൈതാനിൽ നടന്ന ശരീഅത്ത് സമ്മേളനം, അതുപോലെ തന്നെ ZR അൻസാരി ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ അന്നത്തെ ആ സമ്മേളനത്തിൽ തന്നെ അന്ന് ശരീഅത്ത് പ്രശ്നം തന്നെയായിരുന്നു ZR അൻസാരി ഒക്കെ കാര്യമായി സംസാരിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ സംഘടിപ്പിക്കുന്ന വിഷയത്തിൽ വലിയ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ബഹുമാനപ്പെട്ട ഉമർ ഫൈസി അവർക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് പിന്നെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ജീവിതത്തിന് ആഫിയത്തുള്ള കാലത്ത് കാദിയാനിസത്തിൽ വിശ്വസിക്കുകയും പിന്നീട് കുറച്ചു കാലം കിടപ്പിലാവുകയും മരണപ്പെടുകയും ചെയ്ത അബൂബക്കർ എന്ന പേരുള്ള മയ്യത്തിന്റെ നിസ്കരിക്കാനും, എന്താ നല്ലപോലെ എഴുതിയാല് ഇത് എപ്പോഴും എഴുതുന്ന ആളുമാണ്, ധാരാളം ഉണ്ടേനും, ചെയ്ത അബൂബക്കർ എന്ന പേരുള്ള മയ്യത്തിന്റെ
ആ ശരിക്കും എഴുതിക്കൂടെ അടക്കെ എന്ന് പേരുള്ള മയ്യത്തിന്റെ നിസ്കരിക്കാനും മറ്റു മുസ്ലിം മയ്യത്തിന്റെ മേൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ അതിന്റെ ഉദ്ദേശം തന്നെ അയാള് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അദ്ദേഹം കാദിയാനിയായിരുന്നു. അങ്ങനെ എന്താ ചെയ്ത പിന്നീട് അദ്ദേഹം കിടപ്പിലായി, അയാള് മരിച്ച്. അപ്പൊ അയാളുടെ പേര് മയ്യത്ത് നിസ്കരിക്കാനും മറ്റ് മുസ്ലിം മയ്യത്തിനെ കൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുമോ എന്നാണ് ഇപ്പൊ ചോദ്യം. പാടില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. കാദിയാനിയായ പിന്നെ കാഫിറാണ്, അയാൾ കാഫിറായി പോയി. അപ്പൊ ഒരു കാഫിറായ ആള് പിന്നെ അയാൾക്ക് മരിച്ചാൽ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ തന്നെ ഇയാളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അയാൾ കാഫിറാണ്. അപ്പൊ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ്. അതേ സമയത്ത് മയ്യത്ത് കുളിപ്പിക്കൽ നിർബന്ധമില്ല, മയ്യത്ത് കുളിപ്പിക്കൽ ജായിസാണ്. കഫൻ ചെയ്യൽ നിർബന്ധമാണ്, മറവ് ചെയ്യൽ നിർബന്ധമാണ്. അതാണ്. മുസ്ലിം അല്ലാത്ത ആള് മരിച്ചാലേ ആ മുസ്ലിം അല്ലാ പിന്നെ മറ്റുള്ള ആളുകളുടെ മേൽ നിർബന്ധമായ വിഷയം എന്താണ്? വേറെ ആരും ഇല്ലെങ്കിൽ, അയാളുടെ സ്വന്തം മറ്റാളുകളോ മറ്റൊന്നും ഇല്ല എങ്കിൽ മറ്റു മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ വിഷയം എന്താണ്? അയാളെ കഫൻ ചെയ്യണം, മറവ് ചെയ്യണം, അത് നിർബന്ധമാണ്. കുളിപ്പിക്കൽ നിർബന്ധമില്ല, ജായിസാണ്. നിസ്കരിക്കലോ ഹറാമുമാണ്, നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ കാദിയാനിക്ക് ജീവൻ പോയത് തന്നെയാണ് ഉള്ളത്. മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, കുളിപ്പിക്കൽ ജായിസാണ്. കഫൻ ചെയ്യൽ നിർബന്ധമാണ്, മറവ് ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ എന്റെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എന്റെ നാട്ടിലുള്ള കേരളത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അയാൾ മറുപടി തന്നത് അബൂബക്കറിനെ എവിടെ മറവ് ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്യാം, പക്ഷേ ഖാദിയാനിയെ മറവ് ചെയ്യാൻ പാടില്ല എന്ന്. എന്തൊക്കെയാണ് മനസ്സിലാകുന്നില്ല, പോട്ടെ. അങ്ങനെയാണ്. തഹറുമുസ്സലാത്തു അലൽ കാഫിരി, ഖാദിയാനി കാഫിറാണല്ലോ. അപ്പൊ കാഫിറിന്റെ മേൽ നിസ്കരിക്കൽ ഹറാമാകും. ഹർബിയൻ കാന ഔ സിമ്മിയൻ, ഖാദിയാൻ പിന്നെ ആ കാഫിർ ഹർബിയ കാഫിറാട്ടെ സിമ്മിയ കാഫിറാട്ടെ നിസ്കരിക്കൽ ഹറാമാണ്. ഖാല തആല വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. കാഫിറായിരിക്കെ ഒരാളങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല. വലാ യജിബു ഗുസ്ലുഹു, അയാളെ കുളിപ്പിക്കൽ നിർബന്ധമില്ല. നിസ്കരിക്കൽ ഹറാമാണ്, കുളിപ്പിക്കൽ നിർബന്ധമില്ല. അലിൽ മുസ്ലിമീന ദിമ്മിയൻ കാന വ ഹർബിയൻ, കുളിപ്പിക്കൽ നിർബന്ധമില്ല. ലാകിൻ യജൂസു ലഹും, കുളിപ്പിക്കൽ ജായിസാണ്. വഖദ് ഗസ്സല അലി റളിയല്ലാഹു അൻഹു അബാഹു, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവ് അബൂ താലിബ് മരിച്ചപ്പോഴേ എന്ത് ചെയ്തിട്ടുണ്ട്? കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ജായിസാണ്, നിർബന്ധമില്ല. റവാഹു അബൂ ദാവൂദ് വഗൈറുഹു. വൽ അസഹ് വുജൂബു തക്ഫീനി സിമ്മി വദഫനിഹി, അതാ സിമ്മിയ കാഫിർ മരിച്ചാല് മയ്യിത്ത് കഫൻ ചെയ്യലും പിന്നെ അതുപോലെ തന്നെ മറവ് ചെയ്യൽ നിർബന്ധമാണ്. കുളിപ്പിക്കൽ നിർബന്ധമില്ല, ജായിസാണ്. നിസ്കരിക്കലാണെങ്കിലോ ഹറാമുമാണ്. അതാണ്. മറ്റൊന്ന്, മുസ്ഹഫ് വിൽക്കുന്ന ഒരു സെയിൽസ് മേന് വുളു ആവശ്യമുണ്ടോ? അതുപോലെ അത് വാങ്ങിക്കുന്ന ആൾക്കും മുസ്ഹഫ് പിന്നെ മറ്റ് ചരക്കുകളിലൊക്കെ ആയിക്കൊണ്ട് ചുമക്കുക എന്നൊക്കെ. എന്നാലും എന്ത് ചെയ്യാണ്ട് വുളു നിർബന്ധമില്ല. ഇപ്പൊ ഒരാൾ എന്ത് ചെയ്യാൻ, ഒരു കച്ചവടക്കാരനാണ്, അയാളുടെ തലയിൽ ഇങ്ങനെ ഏറ്റിങ്ങനെ നടക്കുന്ന ആളാണ്. മുസ്ഹഫ് മാത്രമല്ല, വേറെയും കുറെ ചരക്കുകളൊക്കെ ഉണ്ട്. ആ ചരക്കുകളുടെ കൂടുതൽ ഇത് വെച്ചതാണ്. എന്നാൽ ചരക്ക് ചുമക്കുക എന്നതാണ് അവിടുത്തെ വിഷയമുള്ളത്. മുസ്ഹഫ് ചുമക്കുക എന്നുള്ളതല്ല, ആ ചരക്ക് ചുമക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വുളു വേണ്ട. വാങ്ങുന്ന ആളാണെങ്കിൽ വാങ്ങുന്ന ആൾക്ക് വുളു വേണം. വാങ്ങുന്ന ആള് മുസഹഫ് വാങ്ങുന്ന ആൾക്ക് മുസഹഫ് ചുമക്കണമെങ്കിൽ തുറന്നെങ്കിലൊക്കെ വുളു വേണം. ആ വാങ്ങുന്ന ആളും തന്നെ അയാളെ അടുത്ത് വേറെ കുറെ ചരക്കുകളൊക്കെ ഉണ്ട്. ആ ചരക്കിന്റെ കൂട്ടത്തിൽ ഇത് വെച്ച് അങ്ങനെ അയാൾ തലന്ന് വെച്ചിട്ടാണ്, എന്നാലും അയാൾക്കും വുളു വേണ്ട. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ പോണ ആളുകൾ ഉണ്ടാവില്ല അല്ലെ? ഗൾഫിൽ നിന്നൊക്കെ പോണ ആളുകൾ പോകുമ്പോ മുസഹഫ് കൊണ്ടുപോകും. അവരുടെ ലഗേജിലെ മുസഹഫ് മാത്രമല്ലാത്ത മറ്റ് ചരക്കുകളുടെ കൂട്ടത്തിൽ മുസഹഫ് വെച്ചു. എന്നാൽ അത് ചുമക്കാൻ വുളു വേണ്ട. കാരണം അവിടെ മുസ്ഹഫ് ചുമക്കുക എന്നുള്ളതല്ല അവിടെ ഉള്ളത്, അവിടെ ആ ലഗേജ്, ആ ചരക്ക് ചുമക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ വുളു നിർബന്ധമില്ല. പിന്നെ മുസ്ഹഫ് പിന്നെന്താണ്? തർത്തിനോട് പണ്ട് വേറെ
അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ വല്യമ്മയുടെ ആണ്ട് ആണ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്യമ്മക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കട്ടെ. ബർസഖിയായ ജീവിതം വളരെ റാഹത്തിലും സന്തോഷത്തിലും അല്ലാഹു തആല ആക്കി കൊടുക്കട്ടെ. ആമീൻ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ജിദ്ദയിൽ ആണ്. ഞാൻ നാട്ടിൽ പോവുകയാണ്. ഉംറക്ക് പോകുന്നുണ്ട്. അതിന്റെ കൂടെ വിടവാങ്ങൽ തവാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിടവാങ്ങൽ തവാഫ് ജിദ്ദക്കാർക്ക് നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ സുബ്ഹിയുടെ മുമ്പ് ഉംറ ചെയ്തു അതിനുശേഷം വിടവാങ്ങൽ തവാഫും ചെയ്തതിനു ശേഷം സുബ്ഹി മക്കയിൽ നിന്ന് നിസ്കരിക്കാമോ? ഉംറക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. വദാഇന്റെ തവാഫ് ആർക്കാണ് നിർബന്ധമാവുക എന്ന്. വദാഇന്റെ തവാഫ് പല അഭിപ്രായമുണ്ട്. ഒന്ന്, ഹജ്ജിന്റെ അമലുകളിൽപ്പെട്ട ഒരു അമലാകുന്നു വദാഇന്റെ തവാഫ് എന്ന അഭിപ്രായമുണ്ട്. എനിക്ക് തോന്നുന്നു ആ അഭിപ്രായം സ്വീകരിക്കലാണ് നല്ലത്. മറ്റൊരു അഭിപ്രായമുണ്ട്, മക്കയോട് വിട പറയുന്ന ആളുകൾക്ക് നിർബന്ധമാണ് വദാഇന്റെ തവാഫ് എന്ന്. മക്കയിൽ നിന്ന് 2 മറഹല ദൂരത്തേക്ക് യാത്ര ചെയ്യുന്ന അത്, മക്കയിൽ നിന്ന് 2 മറഹല 132 കിലോമീറ്റർ ദൂരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാള്, അയാൾക്ക് നിർബന്ധമാണ് വദാഇന്റെ തവാഫ്. ആ അഭിപ്രായം അനുസരിച്ച് മക്കയിലേക്ക് ഒരാള് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയോ അതിൽ കുടുംബക്കാരെ സന്ദർശിക്കാൻ വേണ്ടിയോ ഒക്കെ പോയി നിൽക്കുക. അപ്പോഴൊക്കെ ആൾക്ക് വദാഇന്റെ തവാഫ് ചെയ്യുന്ന നിർബന്ധമാകും. അപ്പൊ ഏറ്റവും നല്ലത് അതല്ല. പിന്നെ ഏതഭിപ്രായം സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത്? ഹജ്ജിന്റെ അമലുകളിൽപ്പെട്ട ഒരു അമലാകുന്നു വദാഇന്റെ തവാഫ്. ആ അഭിപ്രായം സ്വീകരിക്കുമ്പോൾ ഹജ്ജ് ചെയ്തവർക്ക് മാത്രം എന്ത് ചെയ്താൽ മതി? വദാഇന്റെ തവാഫ് ചെയ്താൽ മതി. ഉംറ ചെയ്തവർക്കോ അതല്ലെങ്കിൽ വെറുതെ മക്കയിലേക്ക് പോയവർക്കോ ഒന്നും വദാഇന്റെ തവാഫ് നിർബന്ധമില്ല. ഹജ്ജ് ചെയ്ത് ഹജ്ജിന്റെ അമലുകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ മക്കയോട് വിട പറയുകയാണ്. വിട പറയുന്ന സമയത്ത് വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. അത് പിന്നെ 132 കിലോമീറ്റർ ദൂരം ഒന്നും എല്ലാം നിൽക്കുക, എന്നാലും ശരി നിർബന്ധമാണ്. കാരണം എന്താണ്? അത് ഹജ്ജിന്റെ അമലുകൾപ്പെട്ടൊരു അമലാണ് വദാഇന്റെ തവാഫ്. അപ്പൊ ആ അഭിപ്രായം സ്വീകരിക്കലായിരിക്കും നന്നാവുക എന്ന്. അപ്പോ ജിദ്ദയിൽ ഒരാളെ ഉംറക്ക് പോയതാണ്, അപ്പൊ ആൾക്ക് വദാഇന്റെ തവാഫ് ചെയ്യൽ നിർബന്ധമില്ല. പിന്നെ കുറ്റിയാടി, അതാ ആ സൂഫി മുസ്ലിയാർ അന്ന് ഞാൻ ആ പ്രസംഗം കേട്ടിട്ടുണ്ട്. അത് അന്നാണ് പ്രസംഗിച്ചല്ലേ? മുതലക്കുളം മൈതാനിൽ അത് വേറെ ഒരു സമ്മേളനത്തിലും കൂടി അയാൾ അങ്ങനെ ഉണ്ടായി, അയാള് ഒരു പ്രസംഗിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വേറെ PM അതിന്റെ കൂടെ വന്ന് നോക്കിയാണ്ടാ. ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് വലാകിൻ ജിഹാദുൻ വനിയ്യാണ് സൂഫി മുസ്ലിയാർ ഇവിടെ മുതലക്കുളം മൈതാനിൽ ആ മുസ്ലിം പേഴ്സന്റെ കൊണ്ട് ആ യോഗത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഏതാനും ശരി, അദ്ദേഹത്തിന്റെ വേറെ പ്രസംഗവും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏതിനാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഏതാനും ശരി, പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വല്യമ്മാനെ ഷാർജയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. എല്ലാം ബുദ്ധിമുട്ടില്ലാതെ ശരിയാവാൻ, യാത്ര എളുപ്പത്തിലാവാൻ ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉദ്ദേശം അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. യാത്ര അതിന്റെ മാർഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് സന്തോഷമുള്ളതേ വല്യമ്മാനെ, അതൊരു സന്തോഷം തന്നെ. ഇപ്പൊ നമ്മുടെ സലാം ബാക്കവി ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഉമ്മ ഒക്കെ മൂപ്പരെ കൂടെയാണ് ഇപ്പൊ ഇന്ന് പോവുക തോന്നില്ലേ? അതെ, ഉമ്മാനൊക്കെ കൊടുന്ന് മക്കളെ കൂടെ താമസിപ്പിക്കുക, വല്യമ്മാനെ കൊടുന്ന് മക്കളെ കൂടെ താമസിപ്പിക്കുക, ഒക്കെ നല്ലൊരു സന്തോഷമുള്ള വിഷയമാണ്. അപ്പൊ ഏതായാലും ശരി, വല്യമ്മാനെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ. പിന്നെ അള്ളാഹു അതിന്റെ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി തരട്ടെ. വല്യമാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷം നൽകട്ടെ. ആമീൻ. നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവാനും മക്കൾ സ്വാലിഹാവാനും ഹാഫിളാവാനും എല്ലാവരും അവസാനം ഈമാൻ സലാമത്താനും ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നിസ്കാരത്തിൽ ഭയഭക്തി നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെടുന്ന രീതിയിൽ, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ
നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞു പോയ നിസ്കാരങ്ങളിലൊക്കെ ഉണ്ടായ പോരായ്മകളൊക്കെ അള്ളാഹുത്തിൽ പരിഹരിച്ചു തരട്ടെ. ഇനി മുതൽ ഉള്ള നിസ്കാരങ്ങൾ അള്ളാഹുവിന് പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മക്കളൊക്കെ അള്ളാഹു സുബ്ഹാനഹു സാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കി തരട്ടെ. നമ്മളെല്ലാവരും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് പൂർണ്ണ ഈമാനോട് കൂടി അള്ളാഹു സുബ്ഹാനഹു തആല മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഉസ്താദ് ഉപ്പാക്ക് സുഖമില്ല, ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹളായ ഫضل കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും നിങ്ങളുടെ ഉപ്പാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എന്റെ വല്യമ്മ വളരെ അവശ്യയായി കിടപ്പിലാണ്. ഉസ്താദ് ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വല്യമ്മക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. നല്ല സിഹത്തും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്ത് ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. കടം വീടാൻ ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കടം വീട്ടിത്തരട്ടെ. കടം വീട്ടണം എന്ന ഒരു മനസ്സ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അല്ലാഹു ആ കടം വീട്ടാൻ അവനെ സഹായിക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലായ രീതിയിൽ ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. പിന്നെ കൂടുതൽ കടങ്ങൾ ഉണ്ടായിക്കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കാതിരിക്കട്ടെ. അതിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നവരോട് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടു, ഒന്ന് വിശദീകരിക്കാമോ? സലാം പറയാൻ പാടില്ല എന്നല്ല, സലാം പറയൽ സുന്നത്തില്ല. ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് സലാം പറയൽ സുന്നത്തില്ല. സലാം പറയൽ സുന്നത്തില്ലാത്ത ഒരവസ്ഥയിൽ ഒരാൾ സലാം ചൊല്ലി നിൽക്കുക, എന്നാൽ മടക്കൽ നിർബന്ധവും ഇല്ല. മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ റൗളയിൽ ഈ സലാമിന്റെ ആദാബുകൾ വിവരിച്ച കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെ ഭക്ഷണം കഴിച്ച ആൾക്ക് സലാം ചൊല്ലല് സുന്നത്തില്ല. സലാം ചൊല്ലിയാൽ പിന്നെ മടക്ക നിർബന്ധമാണല്ലേ. പക്ഷെ അപ്പോ സലാം ചെല്ലൽ സുന്നത്തില്ലാത്തൊരു അവസരത്തിൽ ഒരാൾ എന്ത് ചെയ്ത് സലാം ചൊല്ലി നിൽക്കുക, എന്നാൽ മടക്ക നിർബന്ധമില്ല. മടക്ക ജായിസാണ്. സലാം ചെല്ലൽ ജായിസാണ്. ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് സലാം ചെല്ലൽ ജായിസാണ്, പക്ഷെ സുന്നത്തില്ലാന്ന്. ഇനി അങ്ങനെ ഒരാൾ സലാം ചൊല്ലിയാല് ആ ഭക്ഷണം കഴിക്കുന്ന ആള് ഈ സലാം ചൊല്ലിയ ആൾക്ക് മടക്കല് നിർബന്ധമാണ് സാധാരണ അല്ലേ, പക്ഷെ ഇത് ഇവിടെ നിർബന്ധമില്ല. അതാണ് സലാം മടക്കൽ നിർബന്ധവുമില്ല. ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വിൽപ്പന നടത്തിയാൽ ഹജ്ജിന് പോവാൻ പറ്റുന്ന രൂപത്തിൽ ഭൂമി ഉള്ള ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടു. മക്കൾ ആരും തന്നെ നിർബന്ധ ഹജ്ജ് ചെയ്തിട്ടില്ല. അവർക്ക് അതിന് കഴിവുമില്ല. അവർ അത് വിറ്റുകൊണ്ട് അവരുടെ ഹജ്ജ് ചെയ്താൽ വാപ്പാന്റെ ഹജ്ജ് ചെയ്യാൻ കഴിയുകയുമില്ല. എങ്കിൽ അവർക്ക് ആ ഭൂമി ഹറാമാണോ? ഇനി നിർബന്ധ ഹജ്ജ് ചെയ്ത മക്കൾ ഉണ്ട്. അവർ വാപ്പയുടെ ഹജ്ജ് ചെയ്തില്ല. പിന്നീട് ആ ഭൂമി പേരമകന് അനുവദനീയം ലഭിച്ചു എങ്കിൽ എന്തായാലും ശരി. അവിടെ ഒരാൾ മരിച്ചാല് ഹജ്ജ് നിർബന്ധമുള്ള ഒരാളാണ് മരിച്ചത്. അയാൾക്ക് ഹജ്ജ് നിർബന്ധമുള്ള ഒരാളാണ്. വഴിയാലും മുതലാലും തടിയാലൊക്കെ ആവതുള്ള ഒരാളാണ്. അയാൾ അങ്ങനെ മരിച്ച് അപ്പൊ അയാളുടെ സ്വത്തുണ്ട്. അയാളുടെ സ്വത്ത് പിന്നെ അവകാശികൾ ഓഹരി ചെയ്യുന്നതിന് മുമ്പായി നിർബന്ധമുള്ള വിഷയമുണ്ട്. ആ മയ്യത്തിന്റെ കടങ്ങളൊക്കെ വീട്ടുക. ആ മയ്യത്ത് ഹജ്ജ് നിർബന്ധമുള്ള ആളാണെങ്കിൽ അയാളെ ഹജ്ജ് ചെയ്യുക. അതിനുശേഷം പിന്നെ ബാക്കി എന്തെങ്കിലും സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമേ അവകാശികൾക്ക് ഓഹരി ചെയ്തെടുക്കാൻ പാടുള്ളൂ. മരിച്ച മയ്യത്തിന്റെ കടങ്ങളൊക്കെ വീട്ടണം. മരിച്ച മയ്യത്തിന്റെ വസിയത്ത് നടപ്പിലാക്കണം. മരിച്ച മയ്യത്തിന് ഹജ്ജ് ചെയ്യാത്ത ആളാണെങ്കിൽ അയാളെ മേൽ ഹജ്ജ് ചെയ്യണം. അതൊക്കെ കഴിച്ച് ബാക്കി സ്വത്തുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള സ്വത്ത് മാത്രമേ അവകാശികൾക്ക് ഓഹരി ചെയ്തെടുക്കാൻ പറ്റൂ. ബാക്കി സ്വത്തൊന്നുമില്ലെങ്കിലോ അവകാശികൾക്ക് അയാളെ സ്വത്ത് കിട്ടും ചെയ്യൂല. അതാണ്. അതിന് ഇനി മക്കള് ഹജ്ജ് ചെയ്തവരുവാണെന്നൊന്നുമില്ലേന്. മക്കള് ഹജ്ജ് ചെയ്യാത്തവരാണ്. അപ്പോ ഈ വാപ്പാന്റെ പേര് പിന്നെ മക്കളുടെ ഹജ്ജ് ചെയ്തോളുന്നില്ലല്ലോ. ബാപ്പാന്റെ സ്വത്തിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ഹജ്ജ് ചെയ്ത ഒരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കണം.
ഹജ്ജ് ചെയ്തേ ഏതെങ്കിലും മക്കളെ കൊണ്ടേ വേറെ ആരെക്കൊണ്ടെങ്കിലും ഹജ്ജ് ചെയ്യിപ്പിക്കണം. അത് കഴിച്ച് ബാക്കി സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് മാത്രമേ അവകാശികൾക്ക് ഓഹരി ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഹറാമാണ്, ചെയ്തെടുക്കാൻ പാടില്ല, ഓഹരി ചെയ്ത് തീർക്കാൻ പറ്റൂല. ഉസ്താദെ, ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ അത് ഡോക്ടർ പറഞ്ഞത് ഇല്ലാതിരിക്കാനും ദുആ ഇരക്കണം. മുടി കറുപ്പിക്കാൻ പറ്റുന്ന സന്ദർഭം ഉണ്ടോ? രണ്ടും കൂടി ഒന്നിച്ച ചോദ്യം. ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഇല്ലാതാക്കണേ? ഒരു സർജറി വേണം എന്ന് ഡോക്ടർ പറഞ്ഞാലേ അത് ഇല്ലാതിരിക്കൊന്നും വേണ്ട. സർജറി എന്ന് പറഞ്ഞാൽ അത്ര വലിയ അപകടം പിടിച്ച ഒരു ചികിത്സ ഒന്നല്ല. ഇപ്പൊ അപകടം പിടിച്ച ചികിത്സ ഒന്നല്ല. ഏറ്റവും എളുപ്പമുള്ള ചികിത്സ എന്നാണ് ഈ ഇത് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ചികിത്സ. അത് ഏറ്റവും എളുപ്പമുള്ള ചികിത്സയാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വയറിന്റെ ഉള്ളിലൊരു കുടലുണ്ട്. ആ കുടലിന് പഴുപ്പുണ്ട് നിൽക്കുക. എന്നാ ആ പഴുപ്പ് മാറാൻ കുറേ മരുന്ന് ഇങ്ങനെ കഴിക്കേണ്ടി വരും. നേരെ മറിച്ച് പിന്നെ അത് അവിടെ ആ ഭാഗം കീറി പഴുപ്പുള്ള ഭാഗം മുറിച്ച് കളഞ്ഞ് അവിടെ വേറെ വേണ്ട കാര്യങ്ങൾ ചെയ്താണെങ്കിലോ അത് വേഗം സുഖപ്പെടുകയും ചെയ്യും. ഏതായാലും ശരി, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ രീതിയിൽ നിങ്ങൾക്ക് ശിഫ നൽകട്ടെ. നമുക്കതാണല്ലോ അല്ലെ? ഏത് രീതിയിലായാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ വിഷമം ബുദ്ധിമുട്ടൊന്നും പിന്നെ നിങ്ങളെ വിഷമത്തിലും ബുദ്ധിമുട്ടൊന്നും പെടുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ, സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എന്തിനാണെങ്കിലും ശരി, ഹാർട്ടിനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. അത് ഏത് രീതിയിലാണ് അത് ഏറ്റവും ഖൈറായ രീതി ഏതാണ് ആ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ മുടി കറുപ്പിക്കൽ ഹറാമാണ്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന യോദ്ധാക്കൾക്ക് മുടി കറുപ്പിക്കൽ അനുവദനീയമാണ്. അല്ലാതെ മുടി കറുപ്പിക്കൽ ഹറാമാണെന്നാണ് ശാഫിഈ മദ്ഹബ്. എന്നാൽ ശാഫിഈ മദ്ഹബ് അല്ലാത്ത മറ്റു മദ്ഹബിലൊക്കെ മുടി കറുപ്പിക്കൽ ഹറാമല്ല, കറാഹത്താണ്. പിന്നെ ഇനി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കാലിൽ മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. തേമം ചെയ്യുന്ന രൂപം വിശദീകരിക്കുക. മണ്ണ് കൊണ്ട് തേമം ചെയ്യാൻ പറ്റുമോ? യുഎയിലെ മണ്ണ് കൊണ്ടോ? യുഎയിലെ മണ്ണിന് എന്താ പ്രത്യേകത ഉണ്ടാ? യുഎയിലെ മണ്ണ് കൊണ്ട് പിന്നെ തേമം ചെയ്യാൻ പറ്റുമോ? ഏത് മണ്ണ് കൊണ്ട് തേമം ചെയ്യാം. ത്വാഹിറായ അല്ലെ, ശുദ്ധിയുള്ള പൊടിയുള്ള മണ്ണാവണം, അത്രേ ഉള്ളൂ. ശുദ്ധിയുള്ള പൊടിയുള്ള മണ്ണ് കൊണ്ട് തേമം ചെയ്യാം. അതാ. അപ്പോ ഇനി ഒരാളുടെ കാല് മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കണം, എങ്ങനെ തേമം ചെയ്യേണ്ടുന്ന വിഷയം. അത് അതല്ലാത്തൊക്കെ കഴുകുക. ഇപ്പൊ കുളിക്കുകയാണ്, ജനാബത്ത് വലിയ ശുദ്ധിയത്തോട്ട് കുളിക്കുകയാണ്. വലിയ ശുദ്ധിയത്തോട്ട് കുളിക്കുമ്പോ അവൻ ശരിക്കും കുളിക്കണം. ആ കാലല്ലാത്ത മറ്റെല്ലാ ഭാഗങ്ങളും കഴുകണം. ആ കാലിൽ പ്ലാസ്റ്റർ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമല്ലാത്ത ഭാഗങ്ങളെല്ലാം കഴുകണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആ പ്ലാസ്റ്ററിന്റെ മേലെ കൈ നനച്ചുകൊണ്ട് തടവുകയും വേണം. കൈ നനക്കുക. അപ്പൊ ആ ഭാഗമല്ലാത്ത ഭാഗങ്ങളൊക്കെ ശരിക്കും കഴുകി വൃത്തിയാക്കുക, പിന്നെ കുളിക്കുക. പിന്നെ ആ പ്ലാസ്റ്ററിന്റെ മേലെന്ത് ചെയ്യുക? കൈ നനച്ചുകൊണ്ട് ആ പ്ലാസ്റ്റർ മുഴുവൻ വെള്ളം കൊണ്ട് തടവുക. അതിന് പുറമെ എന്തും വേണം? പിന്നെ തേമം ചെയ്യുകയും വേണം. തേമം ചെയ്യുകയും വേണമെന്നാണ് പ്രബലമായ അഭിപ്രായം. മുഴക്കമത് അതാണ്. പിന്നെ കാരണം എന്താണ്? ആ കുളി പൂർത്തിയായിട്ടില്ലല്ലോ. ആ പ്ലാസ്റ്ററിന്റെ അടിഭാഗത്തുള്ള തോലി ഭാഗത്തുനിന്ന് വെള്ളം ചേരുന്നില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യണം? തേമം ചെയ്യുകയും വേണം. തേമം ചെയ്യല് ആ പിന്നെ പ്ലാസ്റ്ററിന്റെ മേലെ മണ്ണ് തേക്കലല്ല. തേമം ചെയ്യാന്ന് പറഞ്ഞാല് അത് മണ്ണിലടിച്ചുകൊണ്ട് മുഖം തടവുക, കൈ രണ്ടും തടവുക. അതാണ് തേമം. ശരീരത്തിന്റെ ഏത് ഭാഗത്ത് മുറിവുണ്ടായാലും ശരി, തേമം ചെയ്ത് അങ്ങനെയാണ്. മണ്ണിൽ കൈ അടിച്ചുകൊണ്ട് മുഖവും കൈയും തടവലാണ് തേമം ചെയ്യാറുള്ളത്. അപ്പൊ ആകയാൽ ജനാബത്ത് കുളിക്കുന്ന ആളാണ് എങ്കിൽ അയാൾ ആ പ്ലാസ്റ്റർ ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ശരിക്ക് കഴുകണം, കുളിക്കണം. പിന്നീട് പ്ലാസ്റ്ററിന്റെ മേൽ വെള്ളം കൊണ്ട് തടവണം. പിന്നെ എന്തും ചെയ്യണം? തേമം ചെയ്യുകയും വേണം.
അത് യുഎയിലെ മണ്ണായാലും ശരി, ബഹ്റൈനിലെ മണ്ണ്, ഏത് മണ്ണായാലും ശരി, ഏത് മണ്ണിലും അടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, തടവുക, മുഖം തടവുക, രണ്ട് കൈയും തടവുക. അതാണ് തേമം. പിന്നെ അതേ സമയത്ത് ഇവിടെ വേറൊരു അഭിപ്രായമുണ്ട്. എന്താണ് അഭിപ്രായം? ഷാഫി മദ്ഹബിൽ തന്നെ മുഅ്തമദല്ലാത്ത ഒരു അഭിപ്രായമുണ്ട്. എന്താണത്? സഹീഹായ ഭാഗങ്ങളൊക്കെ കഴുകുകയും പിന്നെ മറണ്ടല്ലോ, പ്ലാസ്റ്റർ, അതിന് മേലെ വെള്ളം കൊണ്ട് തടവുകയും ചെയ്താൽ പിന്നെ തേമം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് പ്രബലമല്ലാത്ത അഭിപ്രായമാണ്. പിന്നെ മടക്കി നിസ്കരിക്കണോ വേണ്ടതെന്നുള്ളതാണ്. മടക്കി നിസ്കരിക്കണം, അതാണ് മുഅ്തമദ്. മടക്കി നിസ്കരിക്കണം, അതാണ് മുഅ്തമദ്. പക്ഷെ അതേ സമയത്ത് അത് ധരിക്കുന്ന സമയത്ത് വുളുണ്ട് നിൽക്കുക. അത് ധരിക്കുന്ന സമയത്ത് അത്, കാരണം വുളുവിന്റെ അവയവമല്ല, വുളുവിന്റെ അവയവമല്ല, പിന്നെ അല്ല ഏത് തേമുമിന്റെ അവയവം, തേമുമിന്റെ അവയവം അല്ലല്ലോ കാല്. അപ്പൊ ആ കാലിൽ പ്ലാസ്റ്റർ ധരിക്കുന്ന സമയത്ത് എന്തുണ്ടായി? ധരിക്കുന്ന സമയത്ത് പിന്നെ അവന് ഒന്നുണ്ടായിരുന്നു. ഒന്നുള്ളതിനോട് കൂടിയാണ് ആ പ്ലാസ്റ്റർ ധരിച്ചത്. എന്നാൽ പിന്നെ അത് പിന്നീട് മടക്കി നിസ്കരിക്കണ്ട. ഓരോ വക്തിലും ആ നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, പിന്നീട് അത് എന്ത് വേണ്ട, മടക്കി നിസ്കരിക്കണ്ട. അതേസമയത്ത് അത് ധരിക്കുന്ന സമയത്ത് ഒന്നുണ്ടായിരുന്നില്ല നിൽക്കുക. എന്നാൽ പിന്നെ അത് മടക്കി നിസ്കരിക്കുകയും വേണം എന്നാണ് മുഅ്തമദായ അഭിപ്രായം. അവിടെയും തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന കാര്യവും മുഖ്താറാക്കിയിട്ടുണ്ട്. ഒരു വക്തിലേ ഒരാൾ നിസ്കരിച്ചു നിൽക്കുക, ഒരു നിസ്കാരം ഒരാൾ എന്ത് ചെയ്ത് വക്തിൽ നിസ്കരിച്ച്, പക്ഷെ അതിന് പോരായ്മയുണ്ട്. പോരായ്മയോട് കൂടി തന്നെ ഒരാൾ എന്ത് ചെയ്ത് വക്തിൽ നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിക്കാൻ നിർബന്ധമാണേനും അങ്ങനത്തെ നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്ന് ഇമാം നവവി തങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ ചില കിതാബുകളിലൊക്കെ മുഅ്തമദാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. വലിയ അശുദ്ധിയുടെ കുളി എങ്ങനെയാ? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, 18 ദിവസം കഴിഞ്ഞു വീണ്ടും ബ്ലഡ് കണ്ടു, ഒരു ദിവസം അത് വലിയ അശുദ്ധിയിൽ പെടുമോ? ബ്ലഡ് കണ്ടാലോ 18 ദിവസം കഴിഞ്ഞു, 18 ദിവസം കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് കണ്ടു ഒരു ദിവസം, അത് വലിയ അശുദ്ധിയിൽ പെടുമോ? ഹൈലോ? 18 ദിവസം കഴിഞ്ഞിട്ടല്ല. ഏത് ആദ്യം ഹൈല് തുടങ്ങി 18 ദിവസത്തിന് ശേഷമാണ് അല്ലെ? അതെന്തല്ല, അത് ഹൈലല്ല, അത് രോഗമാണ്. ആദ്യം ഹൈല് തുടങ്ങി 15 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിൽ അത് ഹൈലാണ്. ഇതല്ല, 15 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, അതിനുശേഷമാണ് രക്തം കണ്ടത്, അതെന്തല്ല, ഹൈലല്ല, അത് രോഗമാണ്, അത് വലിയ ശുദ്ധിയല്ല, അത് രോഗമാണ്. മുടി കറുപ്പിച്ചാൽ കുളി ശരിയാകുമോ? കുളിയൊക്കെ ശരിയാകും. ഇനി അത് ആ കറുപ്പിക്കുന്ന സാധനത്തിന്റെ സ്വഭാവം എന്താന്ന് അത് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. എനിക്കതിനെ കുറിച്ച് അറിയില്ല. കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം വളരെ കട്ടിയുള്ള സാധനമാണ്. അതിന്റെ തടി തന്നെ മുടിമേൽ കണ്ട് പിടിക്കും. ആ രീതിയിലത്തെ സാധനം, അങ്ങനെയുള്ള സാധനം നിൽക്കുക. എന്നാലും പിന്നെ കുളി സഹിയാവുകയില്ല. അതേസമയത്ത് അതല്ല, അതിന്റെ ആ മുടിയുടെ കളറ് മാത്രമേ മാറുള്ളൂ, അതിന്റെ തടി മുടിമ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നിൽക്കുക. അങ്ങനത്തെ സാധനം ഇതുപോലെ മൈലാഞ്ചൊക്കെ പോലെ, മൈലാഞ്ചൊക്കെ ഇട്ടാലേ ആ മുടിയുടെ കളറ് മാറുക മാത്രമേ ചെയ്യുള്ളൂ, അതല്ലാതെ മൈലാഞ്ചിയുടെ തടി ആ മുടിയിൽ ഒട്ടിപ്പിടിക്കൂല. അതുപോലെയുള്ള സാധനങ്ങളാണ് വെള്ളം ചേരും, അതല്ലെങ്കിൽ വെള്ളം ചേരൂല, അപ്പൊ കുളി സഹിയാവും ചെയ്യൂല. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പുറപ്പെട്ട് നടക്കുന്നു, കച്ചവടം 2 മാസമായിട്ട് മോശമാണ്, ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരപ്പണിയൊക്കെ വേഗം പൂർത്തിയാക്കി തരട്ടെ. ഹലാലായ രീതിയിൽ തന്നെ ആ പുരയുടെ പണിയൊക്കെ പൂർത്തിയാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അല്ലാഹു തആല ഒരുക്കി തരട്ടെ. അതിനുള്ള സമ്പത്ത് അല്ലാഹു തആല നൽകട്ടെ. കച്ചവടമൊക്കെ അല്ലാഹു നല്ല പുരോഗതിയിലാക്കി തരുകയും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ട ആളുകളൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും, നമ്മോട് ബന്ധപ്പെട്ടവരെയും, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മുടെ മറ്റു കുടുംബമിത്രാദികൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, എല്ലാവരെയും, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി തരട്ടെ.